എന്റെ തെറ്റുകളൊക്കെ ഞാൻ തിരിച്ചറിയുന്നു സീതാർത്ഥി. അപ്പോ എനിക്ക് തോന്നി രവിക്കുണ്ടായ മാറ്റത്തിൽ ബാലനും സീതയ്ക്കും സന്തോഷം. നീ തന്ന പൈസ മൊത്തം ഇതിനകത്തുണ്ട്, അതിന്റെ പലിശ മതികല നൽകിയ പണം തിരികെ നൽകാമെന്ന് രവി. ആ കുട്ടിയുടെ പ്രഷറിന് ഭയങ്കര വേരിയേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് തലച്ചുറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ബോധം കെട്ട് വീഴുന്ന കുട്ടിമണിയുടെ ആരോഗ്യസ്ഥിതി മോശമെന്ന് ഡോക്ടർ. മയിലിനെ കാണാൻ സന്താനവും പൊന്നമ്പലവും വരുന്നതിൽ സി അയ്യപ്പൻകുട്ടിക്ക് സംശയം. മയിലിനെ അയ്യപ്പൻകുട്ടി ചോദ്യം ചെയ്യുന്നു. പളനിയിൽ നിന്നും വന്നാണെന്നും ജീവിക്കാൻ വേണ്ടി ഷീ ടാക്സി ഓട്ടിക്കുന്നു എന്നൊക്കെയാണ് എന്റെ പിക്ചർ. പക്ഷെ അതല്ലാതെ അതിന്റെ പിറകിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. എന്തു പ്രശ്നം വന്നാലും താൻ കൂടെ ഉണ്ടാകുമെന്ന് മനസ്സജൻ മയിലിനോട് പറയുന്നു. അതുകൊണ്ട് പറയുക, എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞു. മോള് കിടന്നില്ലായിരുന്നു ഇതുവരെ? ഇല്ലക്കാ, ഞാൻ വെറുതെ ഓരോന്നോർത്തിങ്ങനെ മുറ്റത്ത്. എന്തിനെങ്ങനെ രാത്രി മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുന്നത്? വെറുതെ മഞ്ഞു കൊള്ളാനായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഞാൻ കിടക്കാൻ പോവാക്കാ. മോളെ, എന്താക്കാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കാക്ക. മോൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ മനസ്സിൽ? സങ്കടമുണ്ടോന്ന് ചോദിച്ചാ സങ്കടമില്ലാത്ത ആരാക്കാ ഈ ലോകത്തുള്ളത്? അതല്ലാതെ എന്തെങ്കിലും സങ്കടം, ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും? മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമൊക്കെ എനിക്കറിയാം, അതില് മോൾക്ക് സങ്കടം ഉണ്ടെന്നും എനിക്കറിയാം. അതല്ലാതെ ഇന്ന് രാവിലെ പോലീസ് വന്നിട്ട് പോയതൊക്കെ മോളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടല്ലേ? അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. മോള് വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നതല്ലേ? അപ്പോ ഓരോരോ സംശയങ്ങള്, ചോദ്യങ്ങള്, അത് തീർക്കാൻ വേണ്ടിട്ട് ആ പോലീസുകാരൻ വന്നേ ഉള്ളൂ. അതിലൊന്നും എനിക്കൊന്നുമില്ലക്കാ. പോലീസിനെ കോടതിയൊക്കെ ഞാൻ ആദ്യമായി കാണുന്നതല്ല. എന്നുവെച്ചാ? ഇല്ലക്കാ, ഒന്നുമില്ല. ഞാൻ പഠിച്ച പെണ്ണല്ലേക്കാ, അക്കാവും പഠിച്ച ആള്. നമ്മൾ ഈ ലോകത്ത് കറങ്ങി നടക്കുമ്പോ എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം കേൾക്കുന്നു, എന്തെല്ലാം വായിച്ചറിയുന്നു, അത് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ അക്കാ. അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല? ഇല്ല ഇല്ലക്കാ. ഇപ്പം മനസ്സുജണ്ണനും ഇത് തന്നെ ചോദിച്ചു. എല്ലാവരുടെയും ധാരണ ഞാൻ എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിക്കുന്നു എന്നാ. ഒന്നും ഇല്ലക്കാ. ഞാൻ എന്റെ ജീവനെ പോലെ കരുതുന്ന ആളല്ലേ സീതക്ക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ? ഒരു സഹായം വേണ്ടി വന്നാ എനിക്ക് നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. മോളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ? കണ്ടിപ്പാ, ഉറപ്പായിട്ടും. എങ്കിലും മോള് പോയി കിടന്നു. ഗുഡ് നൈറ്റ്. അമ്മക്കിളിയും കുഞ്ഞുക്കിളിയും ഒക്കെ തിന്നോട്ടോ. ആ അങ്ങനെ. അപ്പച്ചമ്മേ, ആ തോരനൊന്ന് ഇളക്കിയേക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഞാൻ ചെയ്തോളാം കൊച്ചെ, നീ സമാധാനമായിട്ട് അവിടെ നിൽക്കുക. ആ അമ്മേ, നീ എന്താടി കിളിക്ക് തീറ്റ കൊടുക്കാണോ? ആ. അയ്യോ, കൊച്ചങ്ങ് ക്ഷീണിച്ചു പോയതുപോലെ. ഏയ് ഇല്ല, എങ്ങനെ ക്ഷീണിക്കാനാ? അത് അമ്മമാര് മക്കളെ കാണുമ്പോ പറയുന്ന ഫസ്റ്റ് ഡയലോഗാ. ചുമ്മാതാ. അമ്മേനെ അമ്മ പറയാതെ. എടി, ഞങ്ങൾക്ക് എന്താ ഇങ്ങോട്ട് വന്നൂടെ? അതോ അതിനും വിലക്കുണ്ടോ? എടി, നിന്റെ ഭർത്താവ് എവിടെ? ബാലേട്ടൻ കടയിൽ പോയിരിക്കുക. ഇനി നിന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞ് യുദ്ധത്തിന് വരൂ. നീ ചുമ്മാ ഓരോന്ന് ചോദിച്ചോ, കൊച്ചിനെ വിഷമിപ്പിക്കാതെ. അല്ല, ഇവളുടെ കെട്ടിയവന്റെ അന്നത്തെ സംസാരം വെച്ചിട്ട് ഇങ്ങോട്ട് കയറിക്കൂടാത്തതാ. പിന്നെ അമ്മായി വിളിച്ചതുകൊണ്ടാ ഞാൻ വന്നത്, അതും ഈ മുറ്റം വരെ. ഓ, സമ്മതിച്ചു. ഇതൊരുമാതിരി തൊമ്മനായുമ്പോ ചാണ്ടി മുറുകുന്നത് പോലെ ആയല്ലോ. നീ അങ്ങോട്ട് കേറുന്നില്ല. വേണ്ട വേണ്ട, ഞാൻ ഈ മുറ്റത്ത് ബൈക്കിലിരുന്നോളാം. ആ പിന്നെ ബൈക്കിലിരുന്നു. എന്നാ പിന്നെ ഒരു കസേരയും കൂടി കൊണ്ടുവരാൻ മേലായിരുന്നോ? ദേ നകുലേട്ടാ, ചുമ്മാ കൊച്ചുപിള്ളേരുടെ സ്വഭാവം എടുക്കല്ലേ. മര്യാദക്ക് ഇങ്ങോട്ട് കേറി വന്നേ. വരാൻ പോടാ. വാ,
ഇവിടെ ഇരിക്കും. ഉം. ഓ എന്നാ ഒരു ചൂടാ. നകുലേട്ടാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, അതോ കുപ്പിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ? നീ എന്റെ മേടിക്കും. പോയി ഇച്ചിരി മോരുവെള്ളം എടുത്തോണ്ട് പാടി. ആ. ദേ ഇത്രേ ഉള്ളൂ നകുലൻ. അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഇവളിങ്ങനെ ഇരിക്കുമ്പോ വിഷമിക്കണ്ടെന്ന് കരുതിട്ടാ. ആ വാ അമ്മേ. എന്താ അമ്മേ കവറില്? ആ, അത് നമ്മുടെ പറമ്പിലെ കായ വറുത്ത ഉപ്പേരി. ആ അത് കലക്കി. പോയി മോരുവെള്ളം എടുത്തോണ്ട് പാടി. ഓ വരാമേ, വാ അമ്മേ. 6 വയസ്സുകാരിയെ 60 വയസ്സുകാരൻ പീഡിപ്പിച്ചു. ഹോ, ഇവനെയൊക്കെ ഒരു AK-47 വാങ്ങിക്കാൻ ലോണ് കിട്ടുമെന്നോ? എങ്കിൽ ഒരു ഏരിയ ഞാൻ ക്ലീൻ ആക്കിയാന്. ആ പഠിക്കാൻ വിട്ടപ്പോ മര്യാദയ്ക്ക് പഠിച്ച് വല്ല പോലീസും ആയാൽ മതിയായിരുന്നു. എന്നതാ നകുലേട്ടാ തന്നെത്താനിരുന്ന് പിറുപിറുക്കുന്നേ? ഓ, ഞാൻ ഈ ലോകത്തിന്റെ പോക്കിനെ കുറിച്ച് പറയുമായിരുന്നു. ആഹാ കൊള്ളാലോ. കള്ളു കുടിക്കുമ്പോ മാത്രം ഭൂമി ഉരുണ്ടതാണെന്ന് സമ്മതിക്കുന്ന ആളല്ലേ നകുലേട്ടൻ. ഇപ്പൊ എന്താ പറ്റി? പോടിയായിരുന്നു. നിനക്ക് സുഖല്ലേ? ആഹാ. എന്താ മൂളന്നൊരു ബലമില്ലാത്ത? ഒരു ബലക്കുറവുമില്ല. അതെ, നിന്റെ ഭർത്താവിന്റെ ഹൈ BP കുറവുണ്ടോ? ബാലേട്ടൻ പാവമാ. നകുലേട്ടൻ ചുമ്മാ കുത്തി കുത്തി സംസാരിക്കല്ലേ. ഓ, ഞാനൊന്നും പറയുന്നില്ല. അങ്ങേർക്ക് നിന്നോടുള്ള ഇഷ്ടം അറിയാന്നുള്ളണ്ടാ ഞാനൊന്നും മിണ്ടാത്ത. പോരാ, ഇഞ്ചി അല്പം കൂടെ ഇടായിരുന്നു. ആ എന്ത് കിട്ടിയാലും കുറ്റം പറയുന്നത് നകുലേട്ടന്റെ സ്വഭാവമാണല്ലോ. അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടിയാലും നകുലേട്ടൻ പറയും ഉപ്പ് കുറവാണെന്ന്. പോടി അവിടുന്ന്. ദേ, ആ. അമ്മയും മോള് വർത്താനം പറഞ്ഞിരിക്കല്ലേ, എനിക്ക് പെട്ടെന്ന് പോയിട്ട് വേറെ കാര്യമുള്ളതാ. ഓ ഹോ, ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ തല്ലിക്കൊന്നു. ഹോ, കെട്ടാത്ത എത്ര നല്ലതാ. ഞാൻ എന്ത് ചെയ്യും അമ്മേ? എന്ത് പറഞ്ഞു മനസ്സിലാക്കും ബാലേട്ടനെ? എനിക്കറിയില്ല. ബാലന്റെ ധാരണ നിന്നെ മനഃപൂർവ്വം ഞങ്ങൾ അവനിൽ നിന്ന് അകറ്റുവാണെന്നാ. അതെ, അതിന്റെ ദേഷ്യവും സങ്കടവും ഒക്കെയാ ബാലേട്ടന്. ജീവിതത്തില് കുറച്ച് സന്തോഷമെങ്കിലും തിരിച്ചു വന്നെന്ന് കരുതിയതാ. അപ്പോഴാ ദൈവം തരുന്ന എന്തായാലും സ്വീകരിച്ചല്ലേ പറ്റൂ മോളെ. ദൈവം. ചിലർക്ക് സന്തോഷം മാത്രം, ചിലർക്ക് സങ്കടം മാത്രം. ദൈവത്തോടുള്ള വിശ്വാസം തന്നെ കുറഞ്ഞു വരിക. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ. അതും ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളെക്കാൾ കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന എത്രയോ പേർ ലോകത്തുണ്ട്. ഉണ്ടാവും, അല്ല ഉണ്ട്. പക്ഷേ എനിക്ക് എന്റെ സങ്കടങ്ങളും വലുതല്ലേ. ഒക്കെ മാറും മോളെ. ഒരു നശിച്ച ജാതകം. ആരുടെയും ജാതകം ഒന്നും എഴുതിക്കരുത്. അതല്ല ഇങ്ങനെ ഓർത്ത് പേടിക്കേണ്ടി വരുന്നത്. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വരുന്നത് അനുഭവിക്ക, അത്ര തന്നെ. പൂവായിട്ടും പുഴുവായിട്ടും പൂമ്പാറ്റയായിട്ടും നാരിയായിട്ടും നരിയായിട്ടും മനുഷ്യനായിട്ടും ഒക്കെ ജന്മം തരുന്നത് ദൈവമാ. ദൈവം തലയിൽ എഴുതുന്നതല്ലേ ഏറ്റവും വലിയ ജാതകം. അല്ലാതെ മനുഷ്യൻ കടലാസിൽ എഴുതുന്നൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ നമുക്ക് മനുഷ്യനെയല്ലേ നേരിട്ട് കാണാൻ പറ്റൂ. ദൈവത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ, എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ ദ്രോഹിക്കുന്നേന്ന്. ബാലന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന കഴിക്കുന്നുണ്ട്. പിന്നെ ശനിയാഴ്ച തോറും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനവും. ആ ഡേറ്റ് അടുക്കാറായില്ലേ മോളെ? ഏത് ആശുപത്രിയിലാ പോകാൻ ഉദ്ദേശിക്കുന്നേ? ഇപ്പൊ പോകുന്ന ആശുപത്രി തന്നെയാ. എന്നെയും കുട്ടിമണി അവിടെയല്ലേ കാണിക്കുന്നേ. അപ്പോ ഡേറ്റ് നേരത്തെ അറിയാലോ അല്ലേ? എനിക്ക് വന്ന് നിക്കാനാ. ഞാൻ പറയാമേ. എന്താ ബാലേട്ടാ, മുഖം വല്ലാതങ്ങ് മാറിയല്ലോ. എന്തുപറ്റി? എന്റെ മുഖത്തിനൊരു കുഴപ്പമില്ല. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നാ. എന്നെ ഇവിടെ കണ്ടത് ബാലേട്ടൻ അത്ര പിടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. നകുലൻ എഴുതാപ്പുറം വായിക്കണ്ട. ഒരുപാട് പ്രശ്നങ്ങൾ തലയിൽ ചുമക്കുന്നവനാ ഞാൻ. എപ്പോഴും ചിരിച്ചോണ്ട് കിടക്കാനൊന്നും പറ്റത്തില്ല. ആയിക്കോട്ടെ, ഞാൻ എന്റെ തോന്നല് പറഞ്ഞതേ ഉള്ളൂ. ഓ മനസ്സിലായി. അല്ല, നകുലൻ തന്നെ വന്നോളൂ മുറപ്പെണ്ണനെ കാണാൻ? ഇല്ല, മുറപ്പെണ്ണിന്റെ അമ്മയുണ്ട്. ഓ, ഉപദേശങ്ങളുമായിട്ട് വന്നതായിരിക്കും. ഉപദേശം മാത്രമല്ല, കുറച്ച് കായ് വറുത്തതുണ്ട്. നീ എങ്ങനെയെങ്കിലും ബാലനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. എന്ത് കാര്യ ഞാൻ മനസ്സിലാക്കേണ്ടത്? അല്ല ബാലേട്ടാ, അമ്മ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു.
ആശുപത്രി പോകേണ്ട കാര്യങ്ങളും മറ്റും. അല്ല, ഞാനെന്തോ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ കേട്ടല്ലോ, എന്താണാവോ? പറഞ്ഞാലല്ലേ അടിയെന്ന് മനസ്സിലാവത്തുള്ളൂ. ബാലൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? സമയം മോശമാ. അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ബാലനെ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ പറയുമായിരുന്നു. എന്റെ സമയം പണ്ടേ മോശമാ. ഇനി എല്ലാരും കൂടി അത് കൂടുതൽ മോശമാക്കാതിരുന്നാ മതി. ബാലേട്ടാ, എന്താ ഇത്? എന്താ ഇങ്ങനെയൊക്കെ അമ്മയോട് സംസാരിക്കുന്നത്? നിന്റെ അമ്മ ഇവിടെ വന്ന് ഒരു റൗണ്ട് ഉപദേശം കഴിഞ്ഞ് പോകുമ്പോഴാ നിന്റെ മുഖം മാറുന്നതും നിനക്കെന്നെ വേണ്ടാന്ന് തോന്നുന്നു. ബാലേട്ടാ, മോനെ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാനിതുണ്ടാക്കി പറയുന്നതൊന്നുമല്ല, ഇതെന്റെ അനുഭവമാണ്. ഞാനിത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നതാ. ബാലേട്ടാ, ഒക്കെ ബാലേട്ടന്റെ തെറ്റിദ്ധാരണയാ. ഒരു തെറ്റിദ്ധാരണയില്ല, ശരിയായ ധാരണ തന്നെയാ. കഴിഞ്ഞയിട നിന്റെ അമ്മ ഇതേപോലെ പലഹാരം പൊതിഞ്ഞിട്ട് വന്നതിന് ശേഷം തുടങ്ങിയതാ നിന്റെ ഈ മനമാറ്റം, അല്ലേ? അല്ല ബാലേട്ടാ. അതെ. പിന്നെ നിനക്ക് എപ്പോഴും ഓർമ്മയും ചിന്തയും ആങ്ങിത്തൂങ്ങിയുള്ള ഇരിപ്പും എനിക്ക് ഭക്ഷണം എടുത്തു തരാൻ വരെയുള്ള മടിയും. മോനെ, ഇവൾക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. സ്നേഹം കൊണ്ടാണ് മുഖം വീർപ്പിച്ച് മിണ്ടാതിരിക്കുന്നത്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ, അല്ലാതെ മനസ്സിൽ പൂട്ടിക്കെട്ടി വെക്കാനുള്ളതല്ല. അമ്മ പറ്റുമെങ്കിൽ ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ മകളോടൊന്ന് ഉപദേശിച്ചു കൊടുക്കും, അല്ലാതെ ഭർത്താവിനെ വിട്ട് വീട്ടിൽ വന്ന് നിൽക്കാനല്ല പറയേണ്ടത്. അതല്ല, നിങ്ങൾക്ക് വേറെ വല്ല ഉദ്ദേശങ്ങളുണ്ടോ? ബാല, ഇങ്ങനെയൊന്നും പറയല്ലേ. ഇങ്ങനെ തന്നെ പറയും. എനിക്ക് വേണ്ടി കുറച്ച് വഴിപാടും പ്രാർത്ഥനയൊക്കെ നടത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. ഏറ്റവും വലിയ പ്രാർത്ഥനയെ സ്നേഹമാ. അതാദ്യം മനസ്സിലാക്കും. അല്ലാതെ മകളെ പറഞ്ഞു തിരിക്കാൻ അമ്മ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. ബാലേട്ടാ, അമ്മ. എന്താ അമ്മായി, എന്തിനാ കരയുന്നേ? സീതേ, എന്തിനാ അമ്മായി കരയുന്നേ? ഒന്നുമില്ല നവിലേട്ടാ. ഒന്നുമില്ല മോനെ, നമുക്ക് പോകാം. പോവാം. അതിനു മുമ്പ് അമ്മായി എന്തിനാ കരയുന്നെന്ന് പറ. ഞാൻ കരഞ്ഞില്ല. നമുക്ക് പോവാം നകുല. അങ്ങനെ പോകുന്നില്ല. കാര്യം പറഞ്ഞേ പറ്റൂ. അയ്യോ ബാലേട്ടാ. കാര്യം ഞാൻ പറയാം. മോളെ ഉപദേശിച്ച് തലതിരിക്കാൻ ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ആരാരെ ഉപദേശിച്ചു? എന്തറിഞ്ഞിട്ടാ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നകുല, നീ നിന്റെ കാര്യം നോക്ക്. ഇത് എന്റെ കുടുംബ പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന കുടുംബത്തിന്റെ പാതി എന്റെ കുടുംബത്തിൽപ്പെട്ട പെണ്ണ. ഇടപെടാൻ എനിക്ക് അവകാശമുണ്ട്. നീ സീതയുടെ കാര്യത്തിൽ വലിയ അവകാശം പറഞ്ഞുകൊണ്ട് വരരുതെന്ന് ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ബാലേട്ടാ, വടക്കുണ്ടാക്കല്ലേ ബാലേട്ടാ. നവിലേട്ടാ, ഇരിക്കോ? വാ നകുല, നമുക്ക് പോകാം. എന്നാലും നമ്മൾ ഇവിടെ വരരുതെന്ന് പറഞ്ഞത് ശരിയാണോ അമ്മായി? നമ്മളെന്താ വെറുതെക്കാരാണോ? വരരുതെന്നല്ല പറഞ്ഞത്, ഉപദേശം വേണ്ടാന്ന്. ബാലേട്ടാ, അമ്മയ്ക്ക് മോളോട് സംസാരിക്കണ്ടേ? സംസാരിച്ചോ? അത് പക്ഷെ ഭർത്താവിനെതിരാവരെന്നേ പറഞ്ഞോളൂ. ബാലേട്ടൻ കേട്ടോ അമ്മായി ബാലേട്ടനെതിരെ സംസാരിക്കുന്നത്? നീ നിന്റെ മുറപ്പണ്ണോട് ചോദിച്ചു നോക്കടാ, അവള് പറയട്ടെ. ബാലേട്ട കാര്യം അറിയാതെയാ. അറിയാൻ എന്താ ഇത്ര? ഞാൻ എത്ര പൊട്ടനൊന്നുമല്ല. അത്ര ഓർത്താ മതി എല്ലാവരും. നമുക്ക് പോകാം നകുല. പോവാം. മോശമായിപ്പോയി ബാലേട്ട, മോശമായിപ്പോയി. വാ അമ്മായി, വരട്ടേടി. വാ. അമ്മേ. അനുസരണയില്ലാത്ത ഒരു ശാനം. നീ പോകാം. മനുഷ്യ മനുഷ്യ മാറ്റ് മാറ്റ്. എനിക്ക് പേടിയാ പേടിയാ. മാറ്റ് മനുഷ്യ. മനുഷ്യ ഇങ്ങനെ ആനെ പോലെ നിൽക്കാതെ എനിക്ക് പേടിയാ മനുഷ്യ. മാറ്റ്. നിനക്ക് എന്തിനെങ്കിലും ഒരു പേടിയുണ്ടല്ലോ. നീ എന്തിനാണ് ഇതെടുത്തറിഞ്ഞേ? അതെ അതെ, ഈ ഷീറ്റ് ഇവിടെ അങ്ങോട്ട് വെച്ചിട്ട് ശരിയാവുന്നില്ല മനുഷ്യ. നമുക്ക് രണ്ടുപേർ കൂടെ പിടിച്ചു പിടിക്കാം. പിന്നെ പിന്നെ പിന്നെല്ലോ ഈ പടമുള്ള ശല എനിച്ച്. എന്നിട്ട് ഇതിൽ മൊത്തം പടമാണല്ലോ. ഈ പടമില്ലാത്ത ശലം മനുഷ്യ. നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാടി പറഞ്ഞത്? ഇരിക്കി. അങ്ങനെ കിടക്കടാ. അയ്യവാ. ഞാൻ എവിടെ കിടക്കും? നീ ഇങ്ങനെ കിടന്നാ? മനുഷ്യൻ എവിടെയെങ്കിലും കിടക്കും. അല്ലെ മനുഷ്യൻ കട്ടിക്കീഴി കിടന്നോ? ഞാനും എന്റെ കുഞ്ഞുമണി കട്ടിലും മനുഷ്യൻ കട്ടിക്കീഴിലും. നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. എന്നെ ഈ കട്ടിലിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിന്റെ ഓരോരോ വിദ്യകള്. അപ്പൊ ഇനി കുഞ്ഞുമണി വരുമ്പോ എന്ത് ചെയ്യും? അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. ഞാനും എന്റെ കുഞ്ഞുമണിയും കട്ടിലേ കിടക്കും, മനുഷ്യൻ താഴെ കിടക്കും.
എന്നാലേ ഞാൻ പോയി വേറെ പെണ്ണ് കിട്ടും, എന്നിട്ട് ഞാൻ വേറെ വീട്ടിൽ താമസിക്കും. അയ്യോ അയ്യോ, ആ, ആ, എടി, കടിക്കാടി. യ്യോ, ഊ, ഊ, യ്യോ, കടിക്കല്, കടിക്കല്. ഊ, വിടറി, വിടറി. യ്യോ, ആ, ഊ, യ്യോ, യ്യോ. എന്തൊരു കടിയാടി. ഞാൻ കരുതി എന്റെ കൈ മുറിഞ്ഞെന്ന്. നന്നായി പോയി നിന്റെ കൈ. നീ വേറെ കെട്ടുമെന്ന് പറഞ്ഞില്ലേ? നീ വേറെ കെട്ടിയാലും എന്റെ അത്രയും ചുന്നരി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ രാജകുമാരി. അയ്യോ എന്റെ പൊന്നെ, ഞാൻ ആരെയും കെട്ടുന്നില്ല. എനിക്കൊരു സുന്ദരിയെ വേണ്ട. എടി ഞാനൊന്നും പറഞ്ഞതല്ലേ ഉള്ളൂ. ഓ, നീ പെണ്ണ് താനടി, ബുദ്ധിയുള്ള പെണ്ണ്. നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? പ്രതികരിക്കേണ്ടടുത്ത് നീ കൃത്യമായിട്ട് പ്രതികരിച്ചിരിക്കും. ഈ കട്ടിലിന്റെ വശത്തൊരു ഇച്ചിരി ശാലം കിടപ്പുണ്ട്, മര്യാദക്ക് അത് കിടക്കടാ. എന്താന്ന്? ഇവിടെ വാടാ, ഇവിടെ വരാൻ. നിന്നോടാ വന്നത് വരാന്. കേരള കട്ടില്. നിന്നോട് കട്ടില് കേറാൻ പറഞ്ഞു, ഇല്ല നീ ഇപ്പം മേടിച്ചുവേ. ശരിയുണ്ട്. അപ്പുറത്ത് മടിയാടച്ച് അനങ്ങാട് ശബ്ദം ഉണ്ടാക്കാതെ കിടന്നോ. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നീ എന്നെ ഭരിക്കാൻ മാത്രമായോടി? മിണ്ടരുതെന്നാ പറഞ്ഞത്. നിന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞാ മിണ്ടരുത്. കേരള ഞാനൊന്നും മിണ്ടുന്നില്ലേ? നീ ശ്വാസം എടുക്കുന്ന ശബ്ദം പോലും കേൾക്കാൻ പാടില്ല. ഞാൻ ശ്വാസം പിടിച്ച് കിടന്നോളാമേ. നീ അങ്ങനെ കേടാ. പിന്നെ നീ കൂക്കാൻ മത്സരത്. ഒരു കാരണവശാലും എനിച്ചോ എന്റെ കുഞ്ഞു മണിച്ചോ ഉറക്കത്തിൽ ഒരു ശല്യം ഉണ്ടാവരുത്. ഓ, ഉണ്ടാവൂലേ? ഞാൻ പാത്രിച്ചാൻ പോവുകയാണ്. ആയിക്കോട്ടെ. അച്ഛേ, അമ്മേ, ഭഗവാനെ, ഭഗവതിയെ, കാത്തോനെ, രക്ഷിച്ചോനെ, എന്നെ സ്വപ്പൊന്നും കാണിച്ചല്ലേ അച്ഛേ. ശരണയ്യപ്പോ. മര്യാദ കേൾക്കടാ, നോക്കിച്ചാ. എന്റെ അമ്മോ, എന്റെ അച്ഛോ, കേൾക്കടാ. ഞാൻ ചവിട്ടി തടയിടും. നോച്ചോ. മനുഷ്യ, 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 എന്റെ അമ്മേനെ മനം വരുന്നു. ചുമ്മാ ഓരോന്ന് പറയാതെ കിടന്ന് ഉറങ്ങടി. അല്ല മനുഷ്യ, മനമുണ്ട്, മനമുണ്ട്. എന്റെ അമ്മേനെ മനമുണ്ട്. അമ്മ ഇവിടെ വാതിലില് എനിക്കും കുഞ്ഞുമണിച്ചും കാവലായിട്ട് നിപ്പുണ്ട്. എടി മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടി അങ്ങോട്ട്. ഞാൻ എന്റെ അമ്മയെ കുറിച്ച് പറയുന്നത് നിനക്ക് എന്നാടാ ശാനം? നിനക്ക് കൂടെ കെട്ടുന്ന എന്നെ പറഞ്ഞാൽ ശാനം. എന്നെ നോക്കണ്ട. നോക്കാൻ പറ്റൊരു ശാനം. മോളെ, മോളെ കുട്ടിമണി, അമ്മ എണീക്കും മോളെ. മോക്ക് പോകാനുള്ള സമയമായി. എവിടേക്കാ അമ്മ? അച്ഛയുടെ അമ്മയുടെ അടുത്തേക്ക്. മാടൻകാവിനപ്പുറത്തെ പുഴക്കരയിലെ അച്ഛ കാത്തു നിപ്പുണ്ട്. മോളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അമ്മ പറഞ്ഞു വിട്ടതാ. ഞങ്ങൾക്ക് പേടിയാ മോളെ, ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ കൂടെ എന്റെ മോള് താമസിക്കുന്നത് ഞങ്ങൾക്ക് പേടിയാ. എന്റെ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ പോരെ. അപ്പോ കുഞ്ഞുമണിയോ? കുഞ്ഞുമണിയും കൊണ്ടുപോരെ. നമുക്ക് കുഞ്ഞുമണിയെ സ്വർഗത്തിൽ വളർത്താം. അപ്പൊ എന്റെ മനസ്സിനെ മനസ്സിനെ നമുക്ക് പിന്നെ കൊണ്ടുപോകാം. പെട്ടെന്ന് വാ എന്റെ മോള്, പെട്ടെന്ന് വാ. അയ്യോ, എന്റെ കുഞ്ഞിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നത് കണ്ടില്ലേ? മനസ്സിജൻ ഉണരുന്നതിന് മുമ്പ് മോള് വാ, വാ മോളെ, വാ. അമ്മ, അമ്മ,
അച്ഛയുടെയും അമ്മയുടെയും കൂടെ ഞാൻ പോവാണ് കേട്ടോ. കേട്ടോ അമ്മേ, ഞാന് അമ്മയുടെ കൂടെ ഇപ്പൊ അങ്ങ് വരാം. എന്നിട്ട് അച്ഛയും അമ്മയും ഞാനും കൂടെ അവിടെ സ്വർഗത്തിലെ വീട്ടിൽ നമുക്ക് താമസിച്ചാം. അപ്പോ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനും കുഞ്ഞുമണിയും കൂടെ വരികയല്ലേ, അപ്പൊ മനുഷ്യനെ കൂടെ അങ്ങ് വിളിക്കാം. മനസ്സിന് ഇപ്പൊ വേണ്ട, മനസ്സിനെ പിന്നെ കൊണ്ടുവരാം. ആദ്യം എന്റെ മോള് അമ്മയുടെ അച്ഛയുടെയും കൂടെ വാ. ഞാൻ വരാവേ. പിന്നെ ഞാനൊരു കാര്യം ആഗ്രഹിച്ചേ. എന്താ എന്റെ മോൾ ആഗ്രഹിച്ചത്? എനിക്ക് ഒന്ന് പുഴയിൽ കുളിക്കണം. മാരങ്കാവിന്റെ അപ്പുറത്തൊരു കടവില്ലേ, ഒത്തിരി നാളായി ഞാൻ പുഴയിലൊക്കെ കുളിച്ചിട്ട്. മനുഷ്യനൊന്നും എന്നെ പുഴ കുളിച്ചാൻ വിടത്തില്ല. അതിനെന്താ, മോളെ അമ്മ പുഴയിൽ കൊണ്ടുപോവല്ലോ. മോൾ അമ്മയുടെ കൂടെ വാ. വരാവേ. പിന്നെ എനിക്ക് അച്ഛയോട് സമ്മാനിച്ചേ. അച്ഛ പുഴക്കടവിൽ തന്നെ നിപ്പുണ്ട്. നമുക്ക് അവിടെ പോയി അച്ഛയും കണ്ട് ആറ്റിൽ കുളിച്ച് ഒന്നിച്ചിങ്ങോട്ട് വരാം. എന്താ? എനിക്ക് സമ്മത. ഞാൻ പോയ മനുഷ്യനോട് പറഞ്ഞിട്ട് വരാവേ. വേണ്ട, മനസ്സിന് ഉറങ്ങിക്കോട്ടെ. എല്ലാരും ഉറങ്ങട്ടെ, ആരും ഒന്നും അറിയണ്ട. എന്നാ ആരും ഒന്നും അറിയാതെ വളരെ പരസ്യമായിട്ട് അങ്ങ് ചെയ്യാല്ലേ. അച്ഛേ ശരണയ്യപ്പ. അതെ, ഞാൻ അമ്മയുടെ കൂടെ അങ്ങ് വരുവാണേ. എന്നിട്ട് നമുക്ക് ഒത്തിരി സ്ഥലത്ത് പോവാനുണ്ട്. ഞാൻ വരുവാണേ. കുട്ടു 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 ഛേ, ഇവളിതെവിടെ പോയി? കുട്ടു 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 നീ ഇത് എവിടെയാ? കുട്ടു 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 എന്താ എന്താ സിജ? കുട്ടിമണിയെ കാണുന്നില്ല ബാലേട്ടാ. കാണുന്നില്ലെന്നോ? എവിടെ പോയി? അറിയത്തില്ല. എടാ നീ പോയി ടോർച്ച് എടുത്തു വന്നേ. ശരി ബാലേട്ടാ. കുട്ടു ഉറങ്ങി കിടക്കായിരുന്നു, ഞാനിപ്പോ ഉണർന്നു നോക്കിയപ്പോ കാണുന്നില്ല. എവിടെയെങ്കിലും ഇറങ്ങി പോയോ ദൈവമേ? കുട്ടു കുട്ടിമണി കുട്ടിമണി കുട്ടു മോളെ കുട്ടിമണി കുട്ടു. എന്താ? എന്ത് പറ്റി? കുട്ടിമണിയെ കാണുന്നില്ല മൈലമ്മേ. കുട്ടിമണി എവിടെ പോയി? അറിയില്ല. ഉറക്കത്തിൽ എണീറ്റ് എവിടെങ്കിലും പോയോ? സിജ, നിങ്ങൾ തമ്മിൽ വഴക്കെങ്ങാനും? രവിയേട്ടാ, കുട്ടിമണിയായിട്ട് ഞാൻ വഴക്കുണ്ടാക്കുവോ? വാ നമുക്ക് നോക്കാം. അവള് ദൂരെ എങ്ങും പോവില്ല. ബഹളം വെച്ച് ആരെയും ഉണർത്തണ്ട. പിന്നെ ഇവിടെ കൂട്ടം നിലവിളിയോ. വാ നമുക്ക് നോക്കാം. കുട്ടു കുട്ടിമണി കുട്ടിമണി കുട്ടു. വാതിൽ തുറന്നിട്ടില്ലല്ലോ. മനസ്സിച്ച മുൻവാതിൽ തുറന്നു കിടക്കുക. കുട്ടു കുട്ടു കുട്ടിമണി 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 കുട്ടു കുട്ടിമണി കുട്ടു കുട്ടിമണി കുട്ടിമണി കുട്ടു. മനസ്സിലാ അണ്ണാ. കുട്ടു കുട്ടിമണി കുട്ടിമണി. എന്റെ ദൈവം, എന്റെ കുട്ടിമണി. അണ്ണാ, കുട്ടിമണി ഇവിടെ എവിടെയെങ്കിലും കാണും. കുട്ടിമണി. നമുക്ക് നോക്കാം. കുട്ടു കുട്ടിമണി കുട്ടു കുട്ടു കുട്ടിമണി കുട്ടിമണി കുട്ടിമണി. കുട്ടിമണി അയ്യോ കടവുളെ. മുരുകാ. കുട്ടു കുട്ടിമണി. ആണ്ടവാ. എടാ എടാ നീ അസ്ഥിത്രയിലോട്ടൊന്ന് ടോർച്ച് അടിച്ചേ. മുരുകാ. അയ്യോ കുട്ടു കുട്ടു കുട്ടിമണി കുട്ടിമണി കുട്ടിമണി. കുട്ടിമണി കുട്ടിമണി അമ്മ. കുട്ടിമണി കുട്ടിമണി. കുട്ടിമണി. സിജ എടുക്ക അകത്തോട്ടുണ്ടോ? പതുക്കെ. എടാ നീ ടോർച്ച് അടിച്ച് മുന്നിൽ പോ.
ഈ പെങ്കൊച്ചത് എവിടെ പോയി? പതുക്കെ. മയിലിന്റെ ശബ്ദമല്ലേ ഇത്? അയ്യോ അയ്യോ, എന്ത് പറ്റി പെണ്ണിന്? അമ്മ ബഹളം വെക്കണ്ട, ഒന്നുമില്ല. കൊട്ടിമുടി ഉറക്കത്തിൽ എണീറ്റ് പുറത്തേക്ക് പോയി. അസ്ഥിത്തറയുടെ അവിടെ വീണ് കിടക്കുമായിരുന്നു. ഈ അവസ്ഥയിൽ വീണോ? വയറ്റി കിടക്കുന്ന കൊച്ചിനെന്തെങ്കിലും? അപ്പച്ചേമേ ഒന്നുമില്ല, ബഹളം വെക്കാതെ. അമ്മ ഒന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. സിജ, നമുക്ക് അകത്തുകൊണ്ടേ കിടത്താ. ബാ മയിലെ, നീ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. കൊടുക്ക. അണ്ണേ ദാങ്ങ. കുട്ടു, മോളെ മോളെ കുട്ടു. അമ്മ അമ്മ ഇവിടെ പോയി. അച്ഛടെ കുട്ടു, അങ്ങോട്ട് പോയി. കുട്ടു, എന്താ എന്തു പറ്റി മോളെ? മോനെ, നിങ്ങളെല്ലാരും എന്തിനാ എന്റെ കൂടെ വന്നിരിക്കുന്നേ? ഞാൻ അച്ഛയുടെയും അമ്മയുടെയും കൂടെ പോവായിരുന്നല്ലോ. എങ്ങോട്ടാ പെണ്ണെ? നീ എങ്ങോട്ടാ പോയത് ഈ രാത്രിയില്? അപ്പച്ചമ്മേ, എന്റെ അമ്മ വന്നായിരുന്നേ. എന്നിട്ട് പറഞ്ഞു കുഞ്ഞുമനിയും കൂടെ കൊണ്ട് ചെല്ലാൻ. അച്ഛ അവിടെ നിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവരോടൊപ്പം പോവായിരുന്നു. എങ്ങോട്ടാ കൊണ്ടുപോയത്? മോളെ, നീ എന്തിനാ ഈ രാത്രിയില് സ്വപ്നം കണ്ടിങ്ങനെ ഇറങ്ങി നടക്കുന്നത്? അമ്മ വന്നു നിനക്ക് തോന്നുന്നതൊക്കെ സ്വപ്നമാ കേട്ടോ. ഓ അല്ല വല്യേട്ടാ, അത് സ്വപ്പല്ല, അത് സ്വപ്പല്ലാന്നേ. അമ്മ ആദ്യം എന്നെ വന്ന് വെച്ചു. എന്നിട്ട് ഞാൻ അമ്മയുടെ അമ്പലത്തിന്റെ അവിടെ പോയി നിന്നു. എന്നിട്ട് ഞാനും അമ്മയും കൂടി അങ്ങ് സമാധിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, അച്ഛ മാതങ്കാവിന്റെ അവിടെ നിപ്പുണ്ടെന്ന്, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞുമണിയും കൂടി അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് മാതങ്കാവിന്റെ അപ്പുറത്തെ കടവിന്റെ അവിടെ ചെന്നു. എന്നിട്ട് വെള്ളം കോരി കൈയും മുഖവും ഒക്കെ കഴുകി. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. പെണ്ണെ, ഇതൊക്കെ നിന്റെ തോന്നലാണ്. കുട്ടിമണി, അതൊക്കെ സ്വപ്ന. അല്ലാന്നേ. നോക്ക്, കണ്ടില്ലേ എന്റെ കാലൊക്കെ നനഞ്ഞിരിച്ചെന്നേ. അയ്യോ, കുട്ടു, കുട്ടു ശരിക്കും ആറ്റിപ്പോയായിരുന്നു. ഓ പോയി എന്റെ മനുഷ്യനെ വിളിച്ചാന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ചില്ല. അവിടെ ചെന്നിട്ടേ ഞാനും അമ്മയും ആറ്റിലിറങ്ങി നിന്നു. അച്ഛ അവിടെ ഒരു കല്ലില്ലേ, തുണി അലക്കുന്ന വലിയ ഒരു കല്ല്, അതിന്റെ പുറത്ത് ഇരിച്ചിരുന്നു. എന്നിട്ടേ ഞങ്ങൾ ഒരുപാട് സമാധിച്ചു. ദൈവമേ, ശാരദ, ഞങ്ങളെ നീ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. കൊച്ചിനെ കൊണ്ടുപോവരുത്. ഇവളെ ഞങ്ങൾക്ക് കാണണ്ടേ, ഇവളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണണ്ടേ ശാരദ. അച്യുതോ, എന്റെ കണ്ണടയുന്നത് വരെയെങ്കിലും എന്റെ കൊച്ചിനെ കൊണ്ടുപോവല്ലേ ശാരദ. അമ്മ, രാത്രിയാ, ബഹളം വെക്കണ്ട. കുട്ടിമണി കിടന്ന് ഉറങ്ങട്ടെ, നമുക്ക് അങ്ങോട്ട് പോകാം. രാവിലെ ചോദിക്കാൻ ബാക്കി. വാ അമ്മ, വാ നട. കുട്ടു, എന്താ? സിജ,
ഒന്ന് ശ്രദ്ധിച്ചോണേ. ആ കുട്ടിമണി കിടന്നുറങ്ങിക്കോട്ടോ. ഉറങ്ങാവേ. ശരി ബാലേട്ടാ. കുട്ടു, ഇനി അമ്മ വന്ന് വിളിച്ചെന്നും പറഞ്ഞ് ഇറങ്ങി പോകരുത്. അങ്ങനെ പോയാ പിന്നെ ഈ മനസ്സ് ഞാൻ ആരാ ഉള്ളത്? എന്നെ അമ്മ വന്ന് വിളിച്ചോണ്ടല്ലേ മനുഷ്യ. അപ്പൊ അമ്മ പറഞ്ഞു മനുഷ്യനെ പിന്നെ കൊണ്ടുപോകുന്നു. ആര് വന്ന് വിളിച്ചാലും കുട്ടു ഇനി ഇറങ്ങി പോകരുത് കേട്ടോ. എന്നാലേ ഇവിടെ എന്റെ ആദ്യത്തെ ഇടക്ക് ഞാൻ പോത്തില്ല. ഇനി അമ്മ എപ്പ വന്ന് വിളിച്ചാലും മനസ്സിനെ കൂടി വിളിക്കണം കേട്ടോ. മനസ്സിന് വരാൻ കൂടെ. ശരി ശരി, ഞാൻ വിളിച്ചാവേ. ഉറങ്ങിക്കോ. മതി എന്തെടുക്കുവാ? ഞാനേ തലയെ കുത്തിന്ന് ഡാൻസ് ചെയ്യുക. എന്താ കണ്ടില്ലേ? നിങ്ങളുടെ കണ്ടില്ല എന്താ മനുഷ്യ തിമിരോ? ഞാൻ ഒരിടത്ത് പോവാൻ ഒരുങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതെവിടെ? ഉഗാണ്ടയ്ക്ക്. അവിടെ ആരാ? നിന്റെ അമ്മയുടെ ആങ്ങളെ ഇരിപ്പുണ്ടോ? അല്ല, നിങ്ങളുടെ അച്ഛന്റെ അനിയൻ. ദേ, എന്റെ അമ്മയ്ക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ അച്ഛന് ഞാൻ പറയും. നല്ല ഭാര്യ. ആ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ നല്ലത് അവനെ തൽക്കാലം സൗകര്യമുള്ളൂ. ഓ മതി മതി, ധാരാളം മതി. ഇതിലും നന്നായാൽ ചിലപ്പോ ദൈവങ്ങൾ വരെ കണ്ണു വെച്ചെന്ന് വരുവേ. നിങ്ങൾ കൂടുതൽ നിന്ന് സംസാരിക്കല്ലേ. ഞാൻ കൈമയും മറന്നു വല്ലതും ചെയ്തെന്ന് വരും. എന്ത്? നിങ്ങളുടെ മോന്തക്കെട്ട് ഞാൻ ഒന്ന് തരുമെന്ന്. നിർത്തടി ചൂല. നീ എന്റെ മോന്തക്കെട്ട് തല്ലുന്നോ? നിന്റെ കൈ ഞാൻ 16 പീസാക്കി വെട്ടി നുറുക്കുന്നത് കാണോടി. എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? കേട്ടില്ലടി നീ? കേട്ടില്ലെന്നോ? എന്റെ ദേഹത്ത് നീ കൈവച്ചാ നിന്റെ കൈ ഞാൻ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കുന്ന. നിങ്ങൾക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? എന്റെ കൈ വെട്ടി മുറിക്കുന്നൊക്കെ പറയാറായി. എന്റെ പൊന്നു, മതി അത് കേട്ട് പേടിച്ചോടാ. നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്താ. അപ്പൊ നിന്ന് ചിരിക്കുന്നു. എന്റെ മതിക്ക് എന്നെ പറ്റി ഇങ്ങനെയാണോ ധാരണ? ഞാൻ എന്റെ പൊന്നിനെ നുള്ളി നോക്കിയോ? എന്റെ കഴുത്ത് വെട്ടിയാലും ഞാൻ എന്റെ പൊന്നിന്റെ നഖമെങ്കിലും വെട്ടുവോ? എന്റെ നഖമെങ്കിലും വെട്ടിയാ നിങ്ങളുടെ കഴുത്ത് ഞാൻ വെട്ടുമല്ലോ. എനിക്ക് അറിഞ്ഞൂടെ എന്റെ പൊന്നെ. എന്റെ പൊന്നിന്റെ ധൈര്യം, തന്റെ ഇടം. ആ ഹലോ, എടാ മനസ്സിലായി. ആളെ റെഡിയാക്കിയോ? ആ ശരി, വെച്ചോ. ഞാൻ ഇപ്പൊ എത്തും. ആ ആരെ റെഡിയാക്കുന്ന കാര്യമോ മതി? ഓ, മണം പിടിച്ചു തൊട്ടു പിന്നെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, അതിയുടെ കാര്യങ്ങളൊക്കെ ഞാനും അറിയണ്ടേ? അറിയേണ്ട കാര്യങ്ങള് അറിഞ്ഞാ മതി കേട്ടോ. മീൻ വെട്ടുന്നിടത്ത് പൂച്ച നിൽക്കുന്ന പോലെ ചുറ്റിപ്പറ്റി നിൽക്കുവോ രഹസ്യം പിടിക്കാനായിട്ട്? നിങ്ങൾ പോ മനുഷ്യ അങ്ങോട്ട്. എടാ നീ വരുവോ അതോ ഞാൻ വേറെ വല്ല വണ്ടി വിളിച്ചു പോണോ? ഓ ഇതോ എത്തി. ഇങ്ങോട്ട് പെട്ടെന്ന് വാടാ. അല്ല മതി, എവിടെ പോവാന്ന് പറഞ്ഞിട്ട് പറയാൻ സൗകര്യമില്ല. പോ മനുഷ്യ. വണ്ടി എടുക്കണോ? മതികളാക്ക അണ്ണനോട് പറയാതെ പോയെന്നോ? എവിടേക്ക്? എന്നോട് പറഞ്ഞില്ല. ചോദിച്ചില്ലേ? പലതവണ ചോദിച്ചു. ഒന്ന് ചൂടായും ചോദിച്ചു. പിന്നെ ഞാനതിങ്ങ് തമാശയാക്കി മാറ്റി. ഇതാ രവിയണ്ണന്റെ കുഴപ്പം. എവിടെ പോവാണെങ്കിലും ഒപ്പം വരികയാണെന്ന് പറഞ്ഞ് രവിയണ്ണൻ കൂടെ അങ്ങ് കേറണമായിരുന്നു. അതൊന്നും അവള് സമ്മതിക്കത്തില്ല. മൈലമ്മയ്ക്ക് അറിയത്തില്ലേ അവളുടെ സ്വഭാവം. രവിയണ്ണൻ ഇപ്പൊ പഴയ രവിയണ്ണൻ അല്ലല്ലോ. അങ്ങ് അനുസരിപ്പിക്കണം. അനുസരിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
ആഗ്രഹമുണ്ടെങ്കിൽ നടക്കും. ഇപ്പൊ തന്നെ കുറെ മാറ്റം വന്നില്ലേ? ഭാര്യ എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്താണ് ഇടപാടെന്നൊക്കെ ഭർത്താവ് അറിഞ്ഞിരിക്കണം. വൈകിട്ട് വരട്ടെ, ഞാൻ അവളോട് ചോദിക്കാം. ചോദിക്കണം. വെറുതെ ചോദിച്ചാ പോരാ, നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ചോദിക്കണം. അല്ലാതെ രവിയണ്ണൻ ഇടയ്ക്ക് പൊന്നേന്ന് വിളിച്ച് തമാശയാക്കരുത്. അങ്ങനെ 2 തവണ ചോദിച്ചു കഴിയുമ്പോ മതികളാക്കാവക്ക് ഭയമാകും. ലോകത്ത് മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും മെരുക്കണമെങ്കിലും അനുസരിപ്പിക്കണമെങ്കിലും അവരുടെ ഉള്ളിൽ ആദ്യം ഭയമുണ്ടാക്കണം. വൈകിട്ട് ഞാൻ അവളെ ശരിക്കൊന്നും വരട്ടും, നോക്കിക്കോ. പുറകെ കൊണ്ടുപോയി പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കാനാണോ? വേണ്ടി വന്നാ അവളുടെ കാരണത്തിൽ ഞാൻ പടക്കം പൊട്ടിക്കും. ഉപദ്രവിക്കൊന്നും ചെയ്യണ്ട. പറയേണ്ടത് നല്ല ഷാർപ്പായിട്ട് പറഞ്ഞാ മതി. രവിയണ്ണനോടൊന്നും പറയാതെ മതികളാക്ക പോയത് എവിടെയായിരിക്കും? അതിന് പിന്നിൽ എന്തോ ഉണ്ട്. അല്ല, നമ്മളന്ന് പോയി യാത്രയെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവൂ? അതും പറയാൻ പറ്റത്തില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. പതിവ് പോലെ ഇന്നും ഞാൻ കാത്തിരുന്നു 1/2 മണിക്കൂർ. നീ ഇങ്ങനെ കാണുന്ന പാടെ പരാതി പറഞ്ഞു തുടങ്ങല്ലേ, ഭയങ്കര ബോറാണ് കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളൊരാളെ കാണാൻ പോവുകയല്ലേ, അപ്പോ കൃത്യസമയത്ത് അവിടെ ചെല്ലണ്ടേ? പിന്നെ സിവിൽ സർവീസ് പരീക്ഷയുടെ ഇന്റർവ്യൂവിന് പോകുന്നല്ലോ, കൃത്യസമയം പാലിക്കാൻ. എടാ, ആളെങ്ങനെ പറ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യൂ, അതോ അങ്ങോട്ട് കൊടുത്ത പണി തിരിച്ച് ഇങ്ങോട്ട് കിട്ടൂ? മതി. ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഏത് കാര്യം പാടിയിട്ടുള്ളത്? ഞാൻ പരിചയപ്പെടുത്തിയ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്? ഡേ നീ വാചകം ഓടിക്കല്ലേ, നിന്റെ മോന്ത കിട്ടൊരു തട്ടു വെച്ച് തരും. ഒരു റീത്ത് പറഞ്ഞൊരുത്തിയെ കൊണ്ടുവന്നല്ലോ ലോക്കപ്പിലിട്ട് കുട്ടിമണിയെ കൊല്ലാൻ വേണ്ടി. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഡേ, അതുകൊണ്ട് വലിയ വാചകോടിയൊന്നും വേണ്ട. ഇപ്പൊ കാണാൻ പോകുന്ന ആളുടെ പേരെന്താ? ഗീവർഗീസ്. പാമ്പിനെ കുത്തിക്കൊന്ന പുണ്യാളന്റെ പേരാ. അതെന്തോ ആയിക്കോട്ടെ, പാമ്പിനെ പിടിച്ച പുണ്യാളനായാലും പുലിയെ പിടിച്ച അയ്യപ്പനായാലും കാര്യം നടക്കും. മതി. ആശുപത്രിയിലെ കാര്യങ്ങൾ അയാൾ നോക്കിക്കോളും. നമ്മള് ആ നഴ്സ് സുവർണ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അയാളെ എവിടെ വെച്ച് കാണാം? ആ ഫോറസ്റ്റ് റോഡ് തിരിയുന്നിടത്ത് കാണാന്നാ പറഞ്ഞ. എന്ത് പറയുന്നു? എങ്കി ഇനി താമസിപ്പിക്കണ്ട. കാശിന്റെ കാര്യം ഡീലും ഒക്കെ നീ സംസാരിച്ചോളൂ. പിന്നെ സുവർണ അയാൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ആ മതി. ഇത് അയാൾക്ക് ആദ്യത്തെ കേസൊന്നല്ല. ആശുപത്രി കേന്ദ്രീകരിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്ന റാക്കറ്റ് തന്നെയുണ്ട്. ഇതുവരെ കളിച്ച കളി പോലെയല്ല ഇത്. എങ്കിൽ പിന്നെ കാർ ഇവിടെ കിടക്കട്ടെ, നീ ബൈക്ക് എടുക്ക്, നമുക്ക് പോവാം. ഓക്കെ, കേറിക്കോ. കുട്ടികളില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ഈ ഗീവർഗീസ് അറിയപ്പെടുന്നത് പുണ്യാളൻ എന്നാ. ഗീവർഗീസ് പുണ്യാളൻ. കേരളത്തിലെ എല്ലാ ആശുപത്രികളും കേന്ദ്രീകരിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തട്ടിക്കൊണ്ടുപോകുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം തന്നെ ഉണ്ടായാക്ക്. ഓ, ഈ പുണ്യാളൻ എന്റെ കാര്യം ഒന്ന് നടത്തി തന്നാ മതിയായിരുന്നു. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായിട്ട് എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. നീ വേഗം ഓടിക്കും. ബായ്, നമസ്കാരം. ആ ബായ് വന്നിട്ട് കുറെ നേരമായോ? ആ ഞാൻ വന്നിട്ട് കുറെ നേരമായി. വലിയ വലിയ ആൾക്കാരെ കാണാൻ ഞങ്ങൾ കാത്തു നിന്നല്ലേ പറ്റൂ. ബായ്, ഇതാ ഞാൻ പറഞ്ഞ ആള്, മതികല മേഡം. ഈ മേഡത്തിന് വേണ്ടിയാ ബായ് പണി ചെയ്യേണ്ടത്. ഹോസ്പിറ്റലിൽ വേണ്ടപ്പെട്ട ആരോ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആരാത്? എന്താ പേര്? സുവർണ, നേഴ്സാണ് അവിടുത്തെ. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും അവർ ചെയ്തു തരും. എങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല മാഡം, ബാക്കി ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഒരു കുഞ്ഞിനെ അല്ല, ഉണ്ടാകാൻ പോകുന്ന 2 കുഞ്ഞിനെയും ഞാൻ എടുത്തോളാം. കുട്ടിമണിയുടെയും സീതയുടെയും കാര്യം ഞാൻ പറഞ്ഞായിരുന്നേ. ആ പറഞ്ഞിരുന്നു. നന്നായി. ഞാൻ പറയുന്നത് പോലെ ചെയ്ത നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ പ്രതിഫലം ഞാൻ തരും. ഒന്നുകൊണ്ടും പേടിക്കണ്ട മാഡം, ഞാൻ ഏറ്റത് എന്താണെന്ന് വെച്ചാ മാഡം സഞ്ജു ബായിയോട് പറഞ്ഞാൽ മതി, അതുപോലെ ഞാൻ ചെയ്യും. സുവർണ എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന്റെ നമ്പർ എനിക്ക് തന്നേക്കണം, സംസാരിക്കാൻ വേണ്ടിയാ. അല്ല, അതിന്റെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാവും. ഉറപ്പായിട്ടും ഞാൻ ഇന്ന് തന്നെ സുവർണ വിളിക്കാം. നമ്മുടെ അടുത്ത മീറ്റിംഗിൽ നമ്മുടെ കൂടെ അവളും ഉണ്ടാവും. അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പൊ ഞാൻ അറിയിക്കാം എങ്ങനെ മൂവ് ചെയ്യണമെന്ന്. ഓക്കെ, ഞാൻ ഏറ്റു മാഡം. നിങ്ങളുടെ പ്രാർത്ഥന ഗീവർഗീസ് കേട്ടിരിക്കുന്നു. പോരെ സഞ്ജു ഭായി? ഓക്കെ, മതി. വയലൂരം വീട്ടിലെ കണ്ണീർ മഴ തോരരുത്. അതിനായി എത്ര പണം വേണമെങ്കിലും ഞാൻ വാരിയെറിയും. തീർച്ചയായും. വർഗീസ് പുണ്യാളൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പോരെ? മതി. സഞ്ജു, നീ വണ്ടി എടുക്ക്. ശരി ബൈ. ആ ഓക്കെ.
കഥകളി ഇതുവരെ കഴിഞ്ഞില്ലേ മനുഷ്യ? നിങ്ങൾ പുരുകവും വളച്ചു വലിയ ഗൗരവത്തിൽ നിന്ന് പറ്റിച്ചേ പൊന്നേന്ന് പറഞ്ഞ് ചിരിക്കാൻ വല്ലോ ആണെങ്കിലേ ഇനി നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. നിർത്തടി. ഞാനേ പൊട്ടിച്ചിരിക്കാൻ വേണ്ടി തമാശ കാണിക്കുന്നൊന്നും അല്ല ഇത്. നിന്നോട് ഞാൻ ഇവിടെ ഇറങ്ങി പോയപ്പോ ചോദിച്ചായിരുന്നോടി എങ്ങോട്ടാണെന്നോ ചോദിച്ചോന്നു. നിങ്ങൾ എന്റെ ദേഹത്ത് തൊടാറായ മനുഷ്യ, നിങ്ങളെ ഞാനിന്ന് കാണോടി നിനക്ക്. നിന്നെ ഉമ്മർത്തിട്ട് അടിച്ച് എച്ചിലാക്കുന്നത് കാണോടി. എങ്ങോട്ടാ നീ കെട്ടി എഴുന്നള്ളിച്ച് ചായയും തേച്ച് പൗഡറും പൂശി സ്പ്രേയും അടിച്ച് നീ ഇറങ്ങി പോണെന്ന് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? അത് പറയാൻ നിനക്ക് സൗകര്യമില്ലെന്ന്. നിന്റെ മോന്ത പിടിച്ച് ഭിത്തിക്കെട്ട് ഉരച്ചാലേ നിന്റെ മോന്തട ഷേപ്പ് അങ്ങ് പോവും. കാണോടി നിനക്ക്. നിനക്ക് എന്താടി ഇപ്പൊ നാണക്കേട് ഫീൽ ചെയ്യുന്നേ? പരസ്യമായിട്ട് നീ എന്നെ പലതവണ ഇൻസൾട്ട് ചെയ്തിട്ടും എന്നോട് തർക്കുത്തരം പറഞ്ഞിട്ടും എന്നെ വെറും പുല്ലിന് പോലും വിലയില്ലാതെ കണ്ടിട്ട് പോകുമ്പോഴും തോന്നിയിട്ടുണ്ടോ നിനക്ക് ഒരു തവണയെങ്കിലും ഇതെനിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണെന്ന്? എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മുറിയിൽ വെച്ച് സംസാരിക്കാം. മുറിയിൽ ഇനി സംസാരമൊന്നുമില്ല. നിന്നോട് ഇനി സംസാരിക്കാനുള്ളതെല്ലാം പരസ്യമായിട്ട് തന്നെ. നീ എന്നോട് പറയാതെ ഇവിടുന്ന് എങ്ങോട്ട് പോയതാ? ആരെ റെഡിയാക്കി ആരെ ഉണ്ടാക്കാൻ പോയതാന്ന്? സംസ്കാരമില്ലാത്ത ഭാഷയിൽ എന്നോട് സംസാരിക്കരുത് കേട്ടോ. നീ ഇവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടല്ലോ. ആളെ റെഡിയാക്കിയിട്ടുണ്ടെന്ന്. ആർക്ക് പാര വെക്കാനടി? ആരുടെ തലയെടുക്കാനാണെന്ന്? നിങ്ങൾ ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. ഞാൻ എന്റെ കൂടെ പഠിച്ച ആൾക്കാരെ കാണാൻ. കല്യാണവും കഴിഞ്ഞ് വേറൊരുത്തിന്റെ കൂടെ ജീവിതം തുടങ്ങിയിട്ട് നിനക്കിനി എന്തിനാടി വേറെ കൂട്ടുകാര്? ജീവിതത്തിൽ ഒരു കൂട്ടെന്ന് പറഞ്ഞ ഭർത്താവാ. ഭർത്താവിനോട് ശരിക്കും കൂട്ടുകൂടാൻ വയ്യാത്ത നീയാണോ കൂടെ പഠിച്ചവർക്ക് കൂട്ടുണ്ടാക്കാൻ പോകുന്നത്? മതി, ആവശ്യത്തിനായി. ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂടെ പഠിച്ചവരെ കാണാൻ പോയതാണെന്ന്. അതിന് ഇത്രയും മൈലിന്റെ അവിടെ കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഭ്രാന്തായോ? അതെടി, എനിക്ക് ഭ്രാന്താ. ഭ്രാന്തുള്ള ഞാനേ നിന്നെ വെട്ടിക്കൊന്നാലും കുത്തിക്കൊന്നാലും ചാക്കല് കെട്ടി പുഴയിൽ മുക്കിക്കൊന്നാലും ആരും ചോദിക്കാൻ വരത്തില്ല. മനസ്സിലായോ? നീ എന്നെ നാട്ടുകാരുടെ മുമ്പിൽ ഭ്രാന്തനാക്കിയതല്ലേ? ഇല്ലാത്ത പൂജയും മന്ത്രവാദവും പിന്നെ കർമ്മങ്ങളും എല്ലാം പറഞ്ഞിട്ട് നടു റോഡി നിർത്തി എന്നെ ചെമ്പരത്തിപ്പൂ മാല ഇടിച്ചവളല്ലേ? അന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞല്ലോ വയലോരം വീട്ടിലെ രവിക്ക് ഭ്രാന്താണെന്ന്. അതെടി, എനിക്ക് ഭ്രാന്താ. എന്റെ ഭ്രാന്ത് തുടങ്ങാൻ പോവാ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാ നീ കാണിക്ക്. പറഞ്ഞത് കേട്ടില്ല നീ? നിനക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാ ചെയ്യാൻ. ഓഹോ, അത് ശരി. നിങ്ങൾ വെല്ലുവിളിക്കാണോ? എന്റെ അമ്മാവനും പാവങ്ങളെ പറ്റിച്ചും രാഷ്ട്രീയക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തുവേ അധികാരത്തിലിരിക്കുന്ന ആ പോലീസ് പട്ടിയുടെ പേര് ഇവിടെ ഒരു തവണ കൂടി നീ പറഞ്ഞ അടിച്ച് നിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും. നിനക്കേ നിന്റേതായ കാര്യങ്ങൾ, അച്ഛൻ അമ്മ, ഈ രണ്ട് ബന്ധുക്കളെ ഉള്ളൂ എന്റെ നോട്ടത്തിൽ. അല്ലാതെ മുറച്ചിറക്കനാണെന്നും അവന്റെ ചേട്ടനാണെന്നൊക്കെ പറഞ്ഞ് ആരുടെങ്കിലും പേരും പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുപോയിട്ട് നിന്നെ തല്ലിച്ചതയ്ക്കും. പറഞ്ഞത് മനസ്സിലാക്കി കേൾപോടി. എവിടെയാടാ സഞ്ജു നീത്? മനുഷ്യൻ ഇവിടെ കാത്തു കാത്ത് നിന്ന് വേറിറങ്ങി. എന്റെ മതി, ഞാൻ വന്നോണ്ടിരിക്കുക. വരുന്ന വഴിക്ക് ബൈക്കിന്റെ ടയറിന് പഞ്ചറായി. ഓ, ഇത് നീ സ്ഥിരം പറയുന്ന എക്സ്ക്യൂസ് അല്ലേ? ഒന്നെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ പഞ്ചർ. നീ ഒന്ന് പെട്ടെന്ന് വാ. ആ സുവർണേ, ഞാനാ മതികല. മനസ്സിലായി മാഡം. എന്തായി കാര്യങ്ങള്? മാഡം പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ശരി, നിനക്കൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അടുത്ത ദിവസം തന്നെ. ആരെയാ മാഡം? ഒരു ഗീവർഗീസ്, എന്റെ ആളാ. അയാൾ എന്തു പറഞ്ഞാലും ആശുപത്രിയിൽ നീ അത് ചെയ്തു കൊടുക്കണം. കൊടുക്കാം മാഡം. ശരി. ഓ, എന്ത് കാര്യത്തിന് വിളിച്ചാലും ഒരു മുടിഞ്ഞ ഡിലേ. സമ്മതിച്ചിരിക്കുന്നതാ നിന്നെ. എന്റെ മതി, ഞാൻ എന്ത് പറഞ്ഞാലും മതി വിശ്വസിക്കത്തില്ലല്ലോ. മതി മതി, കൂടുതൽ പറയണ്ട. ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാ. പറഞ്ഞോ. ആ ഗീവർഗീസിനെ അടുത്ത ദിവസം തന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ആ സുവർണ ഒന്ന് പരിചയപ്പെടുത്താനാ. ഏത് സുവർണ?
ഒരു പെണ്ണിന്റെ പേര് കേട്ടപ്പോഴത്തേക്കും ആവശ്യം കണ്ടില്ലേ അവന്റെ. ഞാൻ പറഞ്ഞില്ലേ ആ നേഴ്സ് സുവർണ. 10 ദിവസത്തിനകം സീതയെടുത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവും. കുട്ടിമണിയുടെ പ്രസവവും നേരത്തെ കാണും. 2 പേരും ഒന്നിച്ച് ആശുപത്രി വന്ന ഒരേ ദിവസം പ്രസവിച്ച മതികല ഉദ്ദേശിച്ചത് നടക്കും. അല്ല, കുട്ടിമണിയുടെ കുഞ്ഞിനെ കൊല്ലുക എന്നല്ലേ മതിയുടെ ലക്ഷ്യം? ആ ലക്ഷ്യം ഞാനങ്ങ് മാറ്റി. കുഞ്ഞിനെ കൊല്ലുന്നില്ല. കൊല്ലുന്നില്ലേ? ഇല്ല.